നാരായണീയം ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. ഇനി അടുത്തതായിട്ട് ജാംബവതി, തന്റെ പുത്രിയായിട്ടുള്ള ജാംബവതിയെ ഈ ജാംബവാൻ ഭഗവാന് കല്യാണം കഴിച്ചു കൊടുക്കുന്നതാണ്. ഈ ഒരു ശ്ലോകം, 5-ാമത്തെ ശ്ലോകം ഗീതിവൃത്തത്തിലാണ് രചിച്ചിരിക്കുന്നത്. ബുദ്ധ്വാ അധ തേന ദത്താം നവരമണീം വരമണിം ച പരിഗൃഹൻ അനുഗൃഹൻ അമും ആഗാഹ അനുഗൃഹന്നമുമാഗാഹ സപദി ച സത്രാജിതേ മണിം പ്രാദാഹ. അധ ബുദ്ധ്വാ, അനന്തരം ആ ഒരു മുഷ്ടി ചുരുട്ടിയുള്ള അതിഭയങ്കരമായ ഇടി കൊണ്ടപ്പോൾ ഭഗവാനെ ബുദ്ധ്വാ, തിരിച്ചറിഞ്ഞിട്ട് തേന ദത്താം, അങ്ങനെ ആ ജാംബവാനാൽ നൽകപ്പെട്ട നവരമണീം, നല്ല മുഗ്ധയായ സുന്ദരിയായ വരമണിം, നവരമണീം ജാംബവതിയും, ജാംബവതിയെയും ഒപ്പം വരമണിം, ആ സ്യമന്തകമണിയെയും ശ്രേഷ്ഠമായ മണിയെയും ച പരിഗൃഹൻ, സ്വീകരിച്ചുകൊണ്ട്, എന്നിട്ട് അമും അനുഗൃഹൻ, ഈ ജാംബവാനെ അനുഗ്രഹിച്ചു. കാരണം 28 ദിവസമായിട്ടുള്ള മുഷ്ടിയുദ്ധത്താൽ ജാംബവാനും തളർന്നിരുന്നു. അങ്ങനെ ജാംബവാനെ നന്നായിട്ടൊന്ന് തലോടി അനുഗ്രഹിച്ചപ്പോൾ ജാംബവാന്റെ ആ ഒരു ശരീരവേദനയൊക്കെ ഇല്ലാണ്ടായി എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ജാംബവാനെയും അനുഗ്രഹിച്ചിട്ട് ആഗാഹ, ദ്വാരകയിലേക്ക് മടങ്ങി വന്നു. എന്നിട്ട് സപദിച്ച, മാത്രമല്ല തന്നെ കുറിച്ചുള്ള ആ അപവാദം നീക്കാനാണ് ഭഗവാൻ ഈ ചെയ്തത്. അങ്ങനെ സപദിച്ച, പെട്ടെന്ന് തന്നെ സത്രാജിത്തെ, ആ സത്രാജിത്തിനെ ഈ ദ്വാരകയിൽ എല്ലാരും കാണുക വിളിച്ചു വരുത്തിയിട്ട് മണിം പ്രാദാഹ, ഈ സമന്തകമണിയെ പ്രദാനം ചെയ്യുകയും ചെയ്തു. അപ്പോ ഭഗവാന്റെ ആ മുഷ്ടിപ്രഹരം ഏറ്റപ്പോഴാണ് ജാംബവാന് മനസ്സിലായത് ഇത് സാക്ഷാൽ ശ്രീരാമസ്വാമി തന്നെയാണ്, മറ്റാരുമല്ല എന്ന് മനസ്സിലായിട്ട് തന്നോട് ക്ഷമിക്കണം എന്ന് പറയുകയും ഒപ്പം ആ ഒരു കുറ്റബോധത്താൽ ഒപ്പം ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടും തന്റെ സുന്ദരിയായിട്ടുള്ള മകളായ ജാംബവതിയെ ഭഗവാന് വിവാഹം കഴിച്ചു കൊടുത്തു. ഒപ്പം തന്നെ ആ സ്യമന്തക മണിയെ, ഭഗവാൻ അത് തേടിക്കൊണ്ടാണ് വന്നത്, അതിനെയും ഭഗവാന് കൊടുത്തു. അപ്പൊ ഇതൊന്നും അറിയാതെ ഈ 28 ദിവസം ഈ ഗുഹയിൽ വെച്ച് എന്താണ് നടക്കുന്നതെന്നറിയാതെ ഭഗവാന്റെ വിശ്വസ്തരായ സേവകർ ഭഗവാൻ എന്തോ ആപത്ത് സംഭവിച്ചു എന്ന രീതിയിൽ തിരിച്ചു ദ്വാരകയിലേക്ക് പോയിരുന്നു എന്നൊക്കെ ഈ ഭാഗവതത്തിൽ അതൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വളരെ വിഷമത്തിലായി, എല്ലാവരും ഒരുപാട് പൂജയൊക്കെ ചെയ്തു. അങ്ങനെ അവർ ആ പൂജയുടെ ഒരു ഫലം എന്നോണമാണ് ഭഗവാൻ ഈ ജാംബവതിയെയും കല്യാണം കഴിച്ചിട്ട് ദ്വാരകയിൽ എത്തുന്നത്. അങ്ങനെ എല്ലാവർക്കും വളരെയധികം സന്തോഷമായി. അങ്ങനെ സത്രാജിത്തിനോട് ഈ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തണം, ഒപ്പം തന്നെ കുറിച്ച് അപവാദം പറഞ്ഞതിനാൽ ഈ ജനങ്ങൾ മുഴുവൻ അത് കാണണം, സത്യാവസ്ഥ അറിയണം എന്നതിനാൽ ഒരു ജനസഭ തന്നെ വിളിച്ചുകൂട്ടിയിട്ട്
എല്ലാവരുടെ മുമ്പിൽ വെച്ചും സത്രാജിത്തിനോട് പറഞ്ഞു, ഇതാണ് സംഭവിച്ചത്, ഇങ്ങനെയാണ് ഈ മണി നഷ്ടപ്പെട്ടത്, ഞാൻ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു എന്ന് ആ മണി വീണ്ടും സത്രാജിത്തിന് കൊടുക്കുകയും ചെയ്തു. ശ്ലോകം 5. ബുദ്ധ്വാതേന ദത്താം നവരമണീം വരമണിം ച പരിഗൃണ്ണൻ അനുഗൃണ്ണൻ നമുമാഗ സപതിജ സത്രാജിതേ മണിം പ്രാത. ഹരിശരണം. എല്ലാ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം. എല്ലാ മഹത്തുക്കൾക്കും, എല്ലാ ഗുരുജനങ്ങൾക്കും, പിതൃജനങ്ങൾക്കും, ഗുരുവായൂരപ്പനും ഭട്ടതിരിപ്പാടിനും വ്യാസനൊക്കെ പാദനമസ്കാരം. ദശകം 80, ശ്ലോകം 5. ഭഗവാന്റെ ലീലകളുടെ രസകരമായ ചില രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ഭക്തന്മാരെ ഏത് വിധത്തിലാണ് അനുഗ്രഹിക്കുക എന്നൊന്നും നിശ്ചയിച്ച് പറയാൻ ബുദ്ധിമുട്ടാണ്. എന്നോ നടന്ന രാമായണ കഥയും എന്നോ നടന്ന വാമനാവതാര കഥയും അന്നൊക്കെ ഭഗവാനെ സേവിച്ച ആ ജാമ്പവാൻ്റെ ശ്രേഷ്ഠമായ ഭക്തിയുടെ അവസ്ഥ അറിഞ്ഞുകൊണ്ടാണ് കൃഷ്ണാവതാരത്തിൽ ജാമ്പവാനെ കാണാൻ വരുന്നതും അതിനുള്ള എല്ലാ അവസരങ്ങളും ജാമ്പവാന് കൊടുക്കുന്നതൊക്കെ. ഇവിടെ തൻ്റെ രാമൻ തന്നെയാണ് ശ്രീകൃഷ്ണനായിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞതായ ജാമ്പവാൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. തന്നെ കാണാൻ വേണ്ടി ഭഗവാൻ വന്നിരിക്കുന്നു. എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഭക്തി തീവ്രമാകുമ്പോൾ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകേണ്ടി വരില്ല. ഭഗവാൻ ദർശനം തരാൻ നമ്മുടെ അടുത്തേക്ക് വരും. പ്രഹ്ലാദൻ്റെ അടുത്തേക്ക് നരസിംഹമൂർത്തി എത്തി, രുക്മിണിയുടെ അടുത്തേക്ക് ശ്രീകൃഷ്ണൻ എത്തി, ധ്രുവൻ്റെ അടുത്തേക്ക് ഭഗവാൻ എത്തി. നമ്മുടെ ഭക്തി തീവ്രമാവുമ്പോൾ, അനന്യ ശരണന്മാരായി നമ്മൾ തീരുമ്പോൾ നമ്മുടെ അടുത്ത് വരും ഭഗവാൻ, ഉറപ്പായിട്ടും. അപ്പോൾ അതൊരു സിദ്ധാന്തമാണ്. അതാണ് ഇവിടെയും കാണാൻ സാധിച്ചത്. അതിപ്രായം ആയിട്ടുള്ളതായ ജാമ്പവാനെ കാണാനും അദ്ദേഹത്തിൻ്റെ പാരിതോഷികം സ്വീകരിക്കാനും കൂടിയാണ് വന്നേക്കുന്നത്. പുറത്ത് നിൽക്കുന്ന ആൾക്കാരും ഒന്നും അറിയില്ല. 28 ദിവസം അവർ കാത്തു നിന്നു. കുറച്ച് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു പോയി എന്ന് പറയാറുണ്ട്. ദ്വാരകയിൽ പോയിട്ട് വസുദേവരോടും ദേവീദേവിയോടൊക്കെ പറഞ്ഞു, ഗുഹയിൽ കയറി പോയ ശ്രീകൃഷ്ണൻ എന്നെ കാണാൻ സാധിച്ചില്ല, എന്തായെന്നറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു കഥ പറയാറുണ്ട്, സാധാരണ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്പം വിഷമിച്ചതായ ദേവകി വസുദേവന്മാർ അന്ന് അവിടെ വന്നു ചേർന്ന നാരദ മഹർഷിയോട് ചോദിച്ചു, എന്താ ചെയ്യേണ്ടത്? അപ്പോൾ പറഞ്ഞു, സാരമില്ല, ദുർഗാഷ്ടകം ചൊല്ലിക്കോളൂ, എല്ലാ തടസ്സങ്ങളും അമ്മ നീക്കി തരും എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ദുർഗാഷ്ടകം സാക്ഷാത് ദുർഗാദേവിയെ ദേവി വസുദേവന്മാർ പൂജിച്ചതായിട്ട് എവിടെയും ഞാൻ കേട്ടിട്ടുണ്ട്. അതും പ്രധാനമാണ്. എത്ര ഭംഗിയായിട്ടാണ് കഥകളെ യോജിപ്പിച്ചുകൊണ്ട് നമ്മളിൽ ഭക്തിവികാരം വർദ്ധിപ്പിക്കുന്നതെന്ന് നോക്കുക. എല്ലാം ഒന്നാണ് എന്നുള്ളതും കൂടി നമുക്കറിയേണ്ടതാണ്. ദുർഗയായാലും ശിവനായാലും വിഷ്ണുവായാലും കൃഷ്ണനായാലും ഒക്കെ. ഏതായാലും ഭഗവത് സാന്നിധ്യം കൊണ്ട് അതീവ തൃപ്തനും സന്തുഷ്ടനായി തരുന്ന ജാമ്പവാൻ തൻ്റെ പ്രിയപ്പെട്ട മകളായിരിക്കുന്ന ജാമ്പവതിയെ ഭഗവാൻ കൊടുത്തു. ഇതിൽ കൂടുതൽ എന്താ കൊടുക്കുക? ഇനി എൻ്റെ മകൾക്ക് അവിടെ നിന്നാണ് ആശ്രയം. ഒരച്ഛന് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു സൽപ്രവൃത്തിയാണ് കുട്ടികൾക്ക് ഭഗവത് മഹാത്മ്യം പറഞ്ഞു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആശ്രയം ഭഗവാൻ തന്നെയാണ് എന്നൊരു സന്ദേശം അവരുടെ മനസ്സിൽ ഉറപ്പിച്ചു കൊടുക്കാൻ സാധിച്ചാൽ ആ കുട്ടികളുടെ ജീവിതം കൂടുതൽ ധന്യമാവും. ഇവിടെ ജാമ്പവതിയെ കൊടുത്തു. അതോടുകൂടെ തന്നെ ആ സമന്തരത്നവും കൊടുത്തു ഭഗവാൻ. രണ്ടും ഒരേ മനസ്സോടെ സ്വീകരിച്ചു. ജാമ്പവതി അത്ര പരിഷ്കാരിയൊന്നുമില്ല, അല്ലെങ്കിൽ സംസ്കാര സമ്പന്ന ആയ ഒരു കന്യകയല്ല. പിന്നെ അതൊക്കെ സാധിച്ചത് രുക്മിണിയുടെ സാമർഥ്യം കൊണ്ടാണെന്നൊക്കെ പറയാറുണ്ട്. ഭഗവാൻ രുക്മിണിയാണ് ഏൽപ്പിച്ചത് ഈ ജാമ്പവതി വേണ്ട പോലെയൊക്കെ
സംസ്കാര സമ്പന്നയാക്കണം എന്ന് ലക്ഷ്മിയുടെ അവതാരമായിരിക്കുന്ന രുക്മിണി ഏൽപ്പിച്ചു തരയും. അങ്ങനെയാണ് തരയെ ജാമ്പവതി അതീവ സുന്ദരിയും സംസ്കാര സമ്പന്നയായി തീർന്നതായിട്ട് പറയാറുണ്ട്. ഏതായാലും ആ സമന്തകമണി കൈ കിട്ടി. ഉടനെ ജാമ്പവാനെ ആലിംഗനം ചെയ്ത് സന്തോഷമായില്ലേന്ന് ചോദിച്ചു. വളരെ സന്തോഷമായി, തലോടി. അദ്ദേഹത്തിൻ്റെ ആ പ്രായത്തിനെ മാനിച്ചും ഭക്തിയെ മാനിച്ചും വേണ്ടത്ര അനുഗ്രഹങ്ങളൊക്കെ പ്രദാനം ചെയ്തു. എപ്പോൾ വേണമെങ്കിലും വിളിച്ചോളൂ, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്ന തരത്തിൽ അനുഗ്രഹം കൊടുത്ത് തിരിച്ച് ദ്വാരകയിൽ വന്ന് ഉടനെ തന്നെ സത്വാജിത്തിനെ വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, ഹേ സത്വാജിത്തെ, ഈ മണി ഞാൻ മോഷ്ടിച്ചിട്ടില്ല, വലിയൊരു കഥയാണ് എന്നൊക്കെ പറഞ്ഞ് നടന്ന സംഭവങ്ങളുടെ ചെറിയൊരു വിവരണം കൊടുത്തു. എന്നിട്ട് ഈ മണി തിരിച്ച് സത്വാജിത്തിന് കരുതി കൊടുത്തു. കാരണം സാക്ഷാൽ ലക്ഷ്മീപതിയായിരിക്കുന്നതായ ഭഗവാൻ ധനത്തിൻ്റെ ആവശ്യം എന്താണത്? ലോകനന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവതരിക്കുന്നത്. ലോകനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. ദാനധർമ്മങ്ങൾ ചെയ്യണം, സൽപ്രവൃത്തികൾ ചെയ്യണം, സാധന ചെയ്യണം എന്നൊക്കെ ജനങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ട് തന്നിലേക്ക് അടുപ്പിക്കാൻ നോക്കുന്ന ഭഗവാന്റെ കാരുണ്യം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്നേ പറയാൻ പറ്റുള്ളൂ. ഏതായാലും ആ ഭഗവത്ലീല ഭംഗിയായിട്ട് ഇവിടെ ഒന്ന് അവസാനിച്ചു എന്ന് പറയാം. സത്വായത്തിന് അല്പം ഒരു ജാള്യത തോന്നി. താൻ ചെയ്തത് ശരിയായില്ല. കാരണം സത്യാവസ്ഥ അറിയാതെ ഉണ്ട് അപവാദങ്ങൾ പറയുന്ന ജനങ്ങൾ, നമ്മളായാലും ആരായാലും ചിലപ്പോഴൊക്കെ അത് അബദ്ധമായി തീരാറുണ്ട് എന്നുള്ളതും അറിഞ്ഞിരിക്കണം. ഗുരുവായൂരപ്പ ശരണം, ഹരിശരണം.